വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിക്ക 2-ാം അധ്യായം അനീതിയും സ്വാർത്ഥതയും ചെയ്യുന്നവർക്കുള്ള ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ചാണ്. ചിലർ രാത്രിയിൽ പദ്ധതിയിടുകയും രാവിലെ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ വയലുകളും വീടുകളും പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൽ നിന്ന് തലവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കയില്ല. ഇത് അനർത്ഥങ്ങളുടെ കാലമാകയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. മിക്ക പ്രവാചകൻ 2-ാം അധ്യായം 3-ാം തിരുവചനം. പ്രവാചകൻ ജനങ്ങളുടെ വിഗ്രഹാരാധനയും വ്യാജപ്രവാചകന്മാരുടെ വഞ്ചനയും കുറ്റപ്പെടുത്തുന്നു. എന്നാൽ അധ്യായത്തിന്റെ അവസാനം പ്രത്യാശയുടെ സന്ദേശം നൽകുന്നു. ദൈവം തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടി നല്ല ഇടയവനായവൻ അവരെ നയിക്കും. യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആലയിൽ ആട്ടിൻപറ്റമെന്ന പോലെയും മേച്ചിൽ സ്ഥലത്ത് കാലിക്കൂട്ടമെന്ന പോലെയും ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ശബ്ദമുഖരിതമായ സമൂഹമായിരിക്കും അത്. മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുമ്പേ പോകും. അവർ കവാടം തകർത്ത് പുറത്തു കടക്കും. അവരുടെ രാജാവ് അവർക്ക് മുമ്പേ നടക്കും. കർത്താവ് അവരെ നയിക്കും. മിക്ക 2-ാം അധ്യായം 12-ഉം 13-ഉം തിരുവചനങ്ങൾ. മിക്ക 3-ാം അധ്യായം അനീതിയുള്ള നേതാക്കളെയും വ്യാജപ്രവാചകന്മാരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ കടുത്ത ശിക്ഷയെക്കുറിച്ചാണ്. ജനങ്ങളുടെ നേതാക്കൾ നീതി അറിയാതെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അവർ ജനങ്ങളെ മാംസം കീറി തിന്നുന്നവരെ പോലെ പെരുമാറുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. വ്യാജപ്രവാചകന്മാർ സ്വാർത്ഥലാഭത്തിനായി പ്രവചിക്കുന്നു. ഭക്ഷണം കിട്ടിയാൽ സമാധാനം പ്രവചിക്കുന്നു, കിട്ടിയില്ലെങ്കിൽ യുദ്ധം പ്രവചിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വെളിച്ചമില്ലാതെ ഇരുട്ടും ദർശനമില്ലാതെ ലജ്ജയും വരുത്തും. എന്നാൽ മിക്ക തന്റെ പ്രവാചക ശക്തി ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുള്ള നീതിയും ശക്തിയും കൊണ്ടാണെന്ന് പ്രഖ്യാപിക്കുന്നു. ജെറുസലേം അനീതിയും അഴിമതിയും കാരണം ശൂന്യമായി തീരുമെന്ന് പ്രവചിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.